എന്താല്ലേ ആംബിയൻസ്, നമ്മൾ ഈ കോളേജിൽ അടിച്ചു പൊളിക്കും. എവിടെയായാലും അടിച്ചു പൊളിക്കണേലും നമുക്ക് വലിയ കുറവൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് വായിട്ടളിക്കാനാ പ്ലാൻ? എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ? എന്താ മാസം എൻട്രി ആവട്ടെ? ഏയ് തീരെ പോരാ, നമ്മുടെ അത്ര ഒന്നും ഇല്ലെന്നേ. അതിലാകപ്പാട് ഒരു ആൺകുട്ടിയേ ഉള്ളൂ, പക്ഷെ അവനെ കാണാൻ എന്ത് ലുക്കാ. ഇടപെട്ടി നീ ഡേറ്റിയുമായി ഇരിക്കില്ലേ? കൾച്ചറലെസ് പീപ്പിൾ ഒരു നാണമാനമില്ല. താങ്ക് യു ചേട്ടാ. നിന്റെ പെങ്ങളെ നീ കയറി പിടിക്കോടാ. ചേട്ടാ ഇനി നീയൊന്നും പറയണ്ടടാ, ഞങ്ങളെല്ലാം കണ്ടു. അല്ല ചേട്ടന്മാരെ, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, അവനൊരു പാവാ. എടാ സവാനെ, അവനെ കൊല്ലല്ലേടാ. നീ ഒന്നും പറയണ്ട അല്ലേ, ഞാൻ അവന് കൊടുക്കട്ടെ. എടാ റയാനെ, നീ കളിക്കല്ലേ, കണ്ണു തുറക്ക്. നീ നിർത്തടാ പട്ടികളെ. നിങ്ങളോട് ആരാ പറഞ്ഞ അവൻ എന്നെ കീറി പിടിച്ചതാണെന്ന്? ഒരു സഹായം ചെയ്യാൻ വന്ന അവനെ നിങ്ങൾ കൊന്നൂലട തെണ്ടികളെ. ഇനി അവന്റെ കുറ്റം മൊത്തം എന്റെ തലയ്ക്കാവൂലോ. എന്തായാലും മക്കള് താഴെ വീണ സാധനത്തെ കൂടി പറക്കി ഓഫീസ് റൂമിലേക്ക് വന്നോളൂ. എന്തിനാ സാറേ ഞങ്ങൾ ഓഫീസ് റൂമിലേക്ക് വരുന്നു? എന്റെ നിഷ്കളങ്കതയുടെ നെടുകുടമേ, ആരാ സാധനത്തെ തല്ലി പഞ്ചറാക്കി? അത് സാറേ, ഒരു കയ്യബത്തം, നാറ്റിക്കരുത്. എടി എറിഞ്ഞേ, റയാനെ കുറച്ചെങ്കിലും ബാക്കി വെച്ചത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് അവനെ ആശുപത്രി കൊണ്ടുകൊണ്ട് വന്നേനെ. അത് സത്യ, ഒരു മന്തിയുടെ പൈസ വേസ്റ്റ് ആയില്ല. നിങ്ങളെന്റെ ഫ്രണ്ട്സ് ആണോ അതോ ശത്രുക്കളാണോ? അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഈ കോളേജിലേക്ക് വരുന്നേ? പഠിക്കാൻ തന്നെയാണോ? സാറേ, ഞാൻ അവരോട് പറഞ്ഞതാ ഞാനൊരു നിരപരാധിയാണെന്ന്, പക്ഷെ അവർ എന്നെ സോറിടാ കരയല്ലേ, വേദനയൊന്നുമില്ലല്ലോ അല്ലേ? സാറേ, ഇനി തൊട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാ. ഇനി നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ അറിഞ്ഞ എല്ലാവരും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും.